സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ച്. അത് ശരിയാ. കൂട്ടുകാരെന്തുവാ പറഞ്ഞു വരുന്നേ? അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയണം എന്ത്? ഞാൻ പുണ്യം ചെയ്തവനാണ്. അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോൾ അവൾ എന്നെ മോനെയും തിരിച്ചു വിളിക്കണം. നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തേലും ഇട്ടട്ടെ വിളിക്കൂ. ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം. കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂലേ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പം അല്ല, എന്താണ് ജോലി? സ്റ്റോപ്പ്. ജോലിക്ക് പോയിട്ട് വരുമ്പം അവൾ എന്നെ കാണുമ്പോ ഓടി വരണം. എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ച് കെട്ടറാ. അതാകുമ്പോ ഓടി വരെയും ചെയ്യും, രണ്ട് നക്കുകയും ചെയ്യും, വേണേ ദേഹത്തൊന്ന് മുള്ളിയും തരും. ഇങ്ങോട്ടോ. ഞാൻ കെട്ടുന്ന പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേലും അവളെനിക്ക് സുന്ദരിയായിരിക്കും. മാപ്പിളപ്പാട്ടും കേട്ടിരിക്കുക പുയ്യാപ്പിള ദുരന്തം. ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ ഇങ്ങനെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കണം. കോങ്കണ്ണുണ്ടോടാ നിനക്ക്? ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ പ്രേമമില്ലാത്ത പെണ്ണുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടല്ലേടാ. അതിപ്പോ നമുക്കില്ലെന്നും പറഞ്ഞു. സംഭവം നമ്മൾ 10 പെണ്ണുങ്ങളെ നോക്കി ഒരെണ്ണം വളഞ്ഞാലായി. അവളുമാര് 10 എണ്ണത്തിന് നോക്കിയാൽ 10 എണ്ണം വളയും. ഇമ്മ വെട്ടിയില്ലേ ഇതുവരെ? ദേ നമ്മുടെ ഭാര്യമാരുടെ സങ്കല്പം എന്റെ ഭാര്യയായിരിക്കും. If you were to marry, how much would you expect your husband to earn on a monthly basis? 5 lakhs per month. മാസം 5 ലക്ഷം എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞത്? സമാധാനമായി. അപ്പൊ പെണ്ണ് കിട്ടത്തില്ല. എന്റെ വാപ്പ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. ജെട്ടി പണയം വെച്ച് അതിന് ചേർന്നെന്നാ കേട്ടെ. അപ്പൊ നമ്മുടെ സങ്കല്പമൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇമ്മ കംപ്ലീറ്റ് വെട്ടി.